ഹലോ എവ്രി വൺ. ഇന്ന് ഞങ്ങൾ റെവിറ്റിൽ എങ്ങനെ CAD ഇൻ്റഗ്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാമെന്നാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റെവിറ്റിൽ എന്തിനാണ് CAD ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്? CAD ഇല്ലാതെ റെവിറ്റിൽ മോഡൽ ചെയ്യാൻ പറ്റില്ലേ? പറ്റും. പക്ഷേ CAD ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയി മാറും. ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ ഒരു CAD ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വാൾസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്, ഡോറെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതൊരു ബേസിക് ഡ്രോയിങ് ആണ്, ആക്ച്വൽ ഡ്രോയിങ് അല്ല. അപ്പോൾ ഇതിൽ വെച്ച് എനിക്കിത് ഇതേപോലെ റെവിറ്റിൽ വരയ്ക്കണം, മോഡൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ വന്ന് മെഷറെല്ലാം ചെയ്ത് ഇതിൻ്റെ മെഷർമെൻ്റ് എല്ലാം എടുത്ത് ഇവിടെ നോട്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ നേരെ മറിച്ച് ഈ CAD എനിക്ക് റെവിറ്റ് കാണാൻ പറ്റുവാണെങ്കിലോ, അതായിരിക്കുമല്ലോ ഒബ്വിയസ്ലി കൂടുതൽ എളുപ്പം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, CAD ഇതിലോട്ടേക്ക് കൊണ്ടുവരാൻ പോവാണ്. അപ്പോൾ അതിനെനിക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ടിംഗ് ആണ്. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിങ്കിങ് ആണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇൻസേർട്ട് എന്നുള്ള ഈ ടാബിലോട്ട് വരാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇമ്പോർട്ട് CAD എന്ന് കാണാൻ പറ്റും. അപ്പോൾ ഞാനത് ഇമ്പോർട്ട് കൊടുത്തിട്ട് നമ്മുടെ ഫയൽ ലൊക്കേഷനിൽ പോവാം. എന്നിട്ട് ഫയൽ സെലക്ട് ചെയ്യുകയാണ്, പ്ലാൻ, ഓപ്പൺ. എൻ്റെ പ്ലാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വന്നേക്കുന്നത് വളരെ ചെറുതായിട്ടാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻസ് അത്രയും ചെറുതായത് കൊണ്ടാണ്. നിങ്ങൾ ഇമ്പോർട്ട് CAD കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ താഴെ എല്ലാം കാണാൻ പറ്റും. കളേഴ്സ് എന്ത് വേണം, പൊസിഷനിങ് എങ്ങനെ വേണം, അതേപോലെ ലെവൽസ് എന്തെങ്കിലും യൂണിറ്റ്സ് എങ്ങനെ വേണം. അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ ഒരു പ്രൊജക്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇമ്പോർട്ട് യൂണിറ്റ്സിൽ മില്ലിമീറ്റർ എന്ന് കൊടുക്കണം. മില്ലിമീറ്റർ ആണെങ്കിൽ നമ്മൾ ഡ്രോയിങ് ഏത് ഡയമെൻഷനിലാണോ കൊടുത്തിട്ടുള്ളത് നമ്മൾ അതേ ഡയമെൻഷനിൽ വേണം ഡ്രോയിങ് യൂണിറ്റ് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഇവിടെ സെൻറ്റിമീറ്ററിലാണ് ഇത് വരച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ സെൻറ്റിമീറ്റർ കൊടുക്കുക. ഇവിടെ പൊസിഷനിങ് എന്നുള്ളത് ഓട്ടോ ഒറിജിൻ ടു ഒറിജിൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഒന്ന് ഓപ്പൺ എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ നോക്കിയേ ഡിഫറൻസ് കണ്ടോ? ഇത് ഞാൻ നേരത്തെ ആ ഓപ്ഷൻസ് ഒന്നും കൊടുക്കാതെ കൊണ്ടുവന്ന CAD ഡ്രോയിങ് ആണ്. ഇത് നേരെ മറിച്ച് ഞാൻ സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സൈസിലോട്ട് വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഡിലീറ്റ് ചെയ്യുവാണ്. ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം അൺപിൻ ചെയ്യണം. ഞാൻ ഡിലീറ്റ് ചെയ്തു. ഇനി ഇതൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് അൺപിൻ ചെയ്ത് കുറച്ച് സൈഡിലോട്ടൊന്ന് ഇങ്ങനെ മൂവ് ചെയ്ത് വെക്കുകയാണ്. എനിക്കിതിൻ്റെ മേലെ വാൾ വരയ്ക്കണമെങ്കിൽ ആർക്കിടെക്ചറിൽ വന്നിട്ട് വാൾ സെലക്ട് ചെയ്യാം. ഇവിടെ ജനറിക് ആയിട്ടുള്ള 200 mm വാളാണ്. എനിക്കിത് അതിൽ വാൾ സെൻറ്റർ ലൈൻ ഉണ്ട്. സെൻറ്റർ ലൈൻ വെച്ചിട്ട് എനിക്ക് വാൾസിനെ വരയ്ക്കാൻ പറ്റും, നോ ഇഷ്യൂസ്. കുറച്ചുകൂടി ഈസി ആയിട്ട് എനിക്ക് ഇവിടെ വരയ്ക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു ട്രേസിങ് പേപ്പർ പോലെ അഥവാ ഒരു ബ്ലൂ പ്രിൻ്റ് പോലെ നമുക്ക് ബാക്കിൽ ഒരു CAD ഡ്രോയിങ് ഉണ്ടെങ്കിൽ മോഡലിംഗ് അത്രയും ഈസിയാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ എന്താണ് ഇമ്പോർട്ടിങ്ങും ലിങ്കിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ സാധനം ഇമ്പോർട്ട് ചെയ്തു. ഞാൻ ഇനി ഇവിടെ വേറൊരു ഇൻസേർട്ടിൽ പോയിട്ട് അതേ CAD ഞാൻ ലിങ്ക് ചെയ്യാൻ പോവുകയാണ്. ലിങ്ക് CAD കൊടുത്തിട്ട് ഞാൻ പ്ലാൻ ഒന്നുകൂടെ സെലക്ട് ചെയ്തു, സെൻറ്റിമീറ്റർ ഒറിജിൻ ടു ഒറിജിൻ, ഓപ്പൺ. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ ലിങ്ക് ചെയ്ത സാധനം, ഡ്രോയിങ്. ഇതാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത ഡ്രോയിങ്. ഇത് ഞാൻ അൺപിൻ ചെയ്തിട്ട് നമുക്ക് സൈഡ് ബൈ സൈഡ് വെക്കാം. ഓക്കെ, കുറച്ചുകൂടി കമ്പയർ ചെയ്യാൻ എളുപ്പമാവും. ഇനി ഞാൻ ഇതിൽ രണ്ടെണ്ണത്തിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഓട്ടോ CADൽ പോയിട്ട് ഞാൻ ചെറിയൊരു ചേഞ്ച് വരുത്താൻ പോവുകയാണ്. ഓക്കെ, ഞാൻ ഇവിടെ വന്നിട്ട് ഒരു സർക്കിൾ എടുത്തിട്ട് ഞാൻ ഇവിടെ എല്ലാ റൂമിലും ഒരു സർക്കിൾ ഞാൻ ഇവിടെ വരയ്ക്കുകയാണ്. ഓക്കെ, തൽക്കാലം ഇത് മതി. എല്ലാ റൂമിലും വരച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ സർക്കിൾസ് ഇവിടെ വെച്ചതെന്ന് വെച്ചാൽ ഒരു CADൽ ഞാനൊരു ചേഞ്ച് വരുത്തി, അല്ലേ? നമ്മുടെ ഒറിജിനൽ CAD പ്ലാനിൽ ഞാനൊരു ചേഞ്ച് വരുത്തി. അപ്പോൾ ഈ ചേഞ്ചസ് എങ്ങനെ റെവിറ്റിലോട്ടേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക അഥവാ റിയൽ ടൈമായിട്ട് എങ്ങനെ അപ്ഡേറ്റ് വരാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഇമ്പോർട്ട് ചെയ്ത ഫയലും ലിങ്ക് ചെയ്ത ഫയലും ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഇൻസേർട്ടിൽ തന്നെ നിങ്ങൾക്ക് മാനേജ് ലിങ്ക്സ് എന്ന് കാണാൻ പറ്റും. ഞാൻ അത് ഓപ്പൺ ചെയ്തിട്ട് CAD ഫോർമാറ്റ്സിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്ലാൻ എന്ന് കാണാൻ പറ്റും. നമ്മൾ ഇമ്പോർട്ട് ചെയ്ത അഥവാ ലിങ്ക് ചെയ്ത ഡ്രോയിങ്ങിൻ്റെ പേരെന്താണോ അതവിടെ കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്തിട്ട് ഞാനിവിടെ റീലോഡ് എന്ന് കൊടുക്കുകയാണ്. റീലോഡ് കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുമ്പോൾ നോക്കാൻ പറ്റും. ഇവിടെ ഒന്നും കാണുന്നില്ല, അല്ലേ? അപ്പോൾ അതിനുള്ള കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ AutoCAD ഫയലിൽ ചേഞ്ചസ് വരുത്തിയതിന് ശേഷം സേവ് ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ് സേവ് കൊടുക്കുകയാണ്. ഓക്കെ, സേവ് കൊടുത്തിട്ട് ഞാൻ റെവിറ്റിൽ വന്നിട്ട് ഒന്നും കൂടെ മാനേജ് ലിങ്ക്സിൽ വന്നിട്ട് CAD ഫോർമാറ്റ്സിൽ ഡ്രോയിങ് എടുത്തു, റീലോഡ് കൊടുത്തു. ഇനി ഞാൻ നോക്കി നോക്കൂ, ഇവിടെ കണ്ടോ ലിങ്ക് ചെയ്ത ഡ്രോയിങ്ങിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്. നേരെ മറിച്ച് ഇമ്പോർട്ട് ചെയ്ത സാധനത്തിൽ അഥവാ ഡ്രോയിങ്ങിൽ ഒന്നും വന്നിട്ടില്ല. എങ്ങനെയാണോ നമ്മൾ ഇമ്പോർട്ട് ചെയ്തുകൊണ്ടായിരുന്നത് അതേപോലെ തന്നെ. അപ്പോൾ ഇതാണ് ഇമ്പോർട്ടും ലിങ്കും തമ്മിലുള്ള പ്രൈമറി ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ CAD ഡ്രോയിങ് കംപ്ലീറ്റഡ് അല്ല. എൻ്റെ ഓഫീസിലുള്ള ഡ്രാഫ്റ്റ്സ്മാൻ ഇത് സ്റ്റിൽ വരച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ
അദ്ദേഹം ഓരോ ദിവസം വരുത്തുന്ന ചേഞ്ചസ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ റെവിറ്റ് മോഡലിലോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റും. ഞാൻ എല്ലാ ദിവസവും ഇത് ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് റീലോഡ് ആവും. റീലോഡ് ആകുമ്പോൾ അതിലുള്ള ചേഞ്ചസ് എനിക്കിവിടെ കാണാൻ പറ്റും. റിയൽ ടൈമിൽ എനിക്ക് ചേഞ്ചസ് കാണാൻ പറ്റും. ഇനിയിപ്പോൾ അതല്ല, ഞാൻ വർക്ക് ചെയ്യുന്ന ഇടയിലാണ് അദ്ദേഹം ചേഞ്ച് വരുത്തുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാനേജ് ലിങ്ക്സിൽ വന്നിട്ട് ക്യാഡ് ഫോർമാറ്റ് സെലക്ട് ചെയ്തിട്ട് റീലോഡ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രൈമറി ആയിട്ടുള്ള ഡിഫറൻസ്. ഇനി വേറൊരു ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇമ്പോർട്ട് ചെയ്ത ഡ്രോയിങ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ എക്സ്പ്ലോഡ് എന്ന് കാണാൻ പറ്റും. നേരെ മറിച്ച് ലിങ്ക് ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സ്പ്ലോഡ് കാണാൻ പറ്റില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഈ ഡ്രോയിങ് ഇതിലോട്ടേക്ക് ഞാൻ കംപ്ലീറ്റ്ലി കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, കംപ്ലീറ്റ്ലി ഡിറ്റാച്ച്ഡ് ഫ്രം ദ ഒറിജിനൽ ഫയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കോപ്പി ഞാൻ ഇവിടെ കൊണ്ടുവരിക ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇത് അങ്ങനെയല്ല, ഇത് ഒറിജിനൽ ഫയലിൽ വരുത്തുന്ന ചേഞ്ചസ് വരുന്നതുകൊണ്ട് ജസ്റ്റ് ഒരു ഇമേജ് പോലെ അവിടെ ഉള്ളത്. എനിക്കിതിൽ എഡിറ്റ് ചെയ്യാനോ എനിക്കതിൽ ചേഞ്ചസ് വരുത്താനോ പറ്റില്ല. നേരെ മറിച്ച് ഇമ്പോർട്ട് ക്യാഡ് എന്ന് പറഞ്ഞാൽ എനിക്കിതിൽ ചേഞ്ചസ് വരുത്താൻ പറ്റും. ഞാനിവിടെ എക്സ്പ്ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഇത് കണ്ടോ, നമ്മളവിടെ വരച്ചേക്കുന്ന ആ ഡ്രോയിങ് നേരത്തെ ഒരു സ്ക്വയർ ഔട്ട്ലൈൻ ആയിരുന്നു. ഇതിപ്പോൾ എനിക്ക് ഓരോ ലൈൻസ് സെലക്ട് ചെയ്യാൻ പറ്റും. എനിക്കിത് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഈ എഡിറ്റൊന്നും എന്തിനെ ബാധിക്കില്ല, മറ്റേ ക്യാഡ് ഡ്രോയിങ്ങിനെ ബാധിക്കില്ല. പക്ഷേ എനിക്കിതിലത്ത് അതേപോലെ ഒരു ഡ്രോയിങ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇമ്പോർട്ട് ചെയ്താലുള്ളൊരു ഗുണം. നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എക്സ്പ്ലോഡ് ചെയ്യാൻ പറ്റും. ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്പ്ലോഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാലുള്ളൊരു അഡ്വാൻറ്റേജ് എന്താണ്, നിങ്ങൾക്ക് റിയൽ ടൈം ചേഞ്ചസ് ഇവിടെ കാണിക്കാൻ പറ്റും. ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ഒരു റെവിറ്റ് ഫയലിൽ നമ്മൾ ക്യാഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴുള്ള രണ്ട് മെത്തേഡ്സ്. അപ്പോൾ hope everyone understood the subject, and thank you for watching. Please like, comment and subscribe for more videos like this.